ഫണ്ട് തട്ടിപ്പ് വിവാദത്തിനിടെ ബി.ജെ.പി. സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും പങ്കെടുക്കും. സംസ്ഥാന അധ്യക്ഷൻ മടങ്ങിയെത്തിയിട്ടും നടപടി വൈകുന്നതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയരുകയാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നു. ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. വിശദാംശങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ബി.ജെ.പിക്ക് ഉള്ളിൽ തന്നെ വലിയ അസ്വാരസ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. വലിയൊരു ഫണ്ട് തട്ടിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നടപടി അല്ലെങ്കിൽ ഒരു അന്വേഷണം ഉറപ്പാണ്, അല്ലേ? ഐശ്വര്യ, ഗുഡ് മോർണിംഗ് ഐശ്വര്യ. ഏറ്റവും പ്രധാനമാണ് ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി യോഗം, ഭാരവാഹി യോഗം എന്ന് പറയുന്നത്. കാരണം സംസ്ഥാന അധ്യക്ഷൻ വിദേശത്ത് പോയി അദ്ദേഹം മടങ്ങി വന്നു. കേരളത്തിൽ മടങ്ങി വന്ന് ഇത്രയും ദിവസം എടുത്തിട്ടും ഈ വലിയ രീതിയിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ വലിയ രീതിയിൽ കോളക്കമുണ്ടാക്കിയ ഒരു ഫണ്ട് തട്ടിപ്പ് കേസ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയേറെ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. പക്ഷെ അപ്പോഴും ആരോപണ വിധേയരായ വ്യക്തികളൊക്കെ തന്നെ അതിൽ നമുക്കറിയാം, വനിതാ അംഗം പോലീസിൽ പോയി പരാതി നൽകുന്നു. തനിക്കെതിരെ വ്യാജമായ പരാതികൾ മാധ്യമങ്ങൾ, അതായത് വസ്തുതകൾക്ക് നിരക്കാത്ത തനിക്കെതിരെ വന്ന ശബ്ദരേഖകളൊക്കെ വ്യാജമാണ്, അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ് അതിനെതിരെ കമ്മീഷണറെ പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്ത സംഭവമാണ്. മാത്രമല്ല, അത് പുറത്തു വന്ന വാർത്തകളൊക്കെ തന്നെ വ്യാജമാണെന്ന് പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ആരോപണ വിധേയരൊക്കെ രംഗത്തുണ്ട്. എന്നാൽ പോലും ഇതിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് കണ്ടെത്താനായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചില്ല എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ശക്തമായി തന്നെ ആരോപണം ഉന്നയിക്കുന്നു. കുറ്റപ്പെടുത്തലുകളൊക്കെ തന്നെ ഒരു ഭാഗത്ത് തുടരുമ്പോഴാണ് അവർ ഭാരവാഹി യോഗം അടിയന്തരം വിളിച്ചു ചേർക്കണമെന്നൊരു ആവശ്യമൊക്കെ ഉയർന്നു. പക്ഷേ ഈ ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരുകയാണ്. ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. ഇതിന്റെ പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് ഈ ഫണ്ട് തട്ടിപ്പുമായി ഉയർന്നു വന്നൊരു വിവാദം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് പ്രധാന അജണ്ട. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ശക്തമായി വാദിക്കുന്നത് ഈ നേതൃത്വവുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളും അവരുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തികളൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ ഫണ്ട്, അതായത് തെരഞ്ഞെടുപ്പ് പാർട്ടി ഫണ്ട് നൽകുന്നു. ഈ പാർട്ടി ഫണ്ടിൽ ഇത് കൊടികളൊക്കെ നമുക്കറിയാം, നമ്മൾ കേട്ടതാണ്. കൊടികളൊക്കെ തന്നെയും കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര നേതൃത്വം സൗജന്യമായി ഫ്രീ അവിടെ നിന്ന് ലഭിച്ചതാണ്. ആ കൊടികളാണ്, അതിൻ്റെ പേരിലാണ് വൻതോതിൽ ലക്ഷങ്ങളാണ് പാർട്ടി ഫണ്ട് തട്ടിയെടുത്തു. അത് മാത്രമല്ല, ഫ്ലക്സിൻ്റെ പേരിൽ അടക്കം ഏതൊക്കെ രീതിയിലും കൊടി തോരണങ്ങൾ ഉൾപ്പെടെ ഫ്ലക്സ് വരെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുന്ന സമയത്ത് ഫ്ലക്സുകൾ സ്ഥാപിച്ചതിൽ പോലും വലിയ രീതിയിലുള്ള ക്രമക്കേട്, ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ പാർട്ടി ഫണ്ട് വലിയ രീതിയിൽ ഒരു വിഭാഗം, ഇതിന് നേതൃത്വം നൽകിയ നേതാക്കന്മാർ ഒരു വിഭാഗത്തിലേക്ക് എത്തിച്ചേർന്നുവെന്ന് ഈ കമ്പനികൾ ഉൾപ്പെടെ ഇവർ നൽകിയ രസീതും അതോടൊപ്പം ഇവർ നൽകിയ വൗച്ചറും ഉൾപ്പെടെയുള്ള രേഖകളൊക്കെ പുറത്തുവിടുന്നു. പല ഘട്ടങ്ങളിലായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇടനിലക്കാരായി നിന്നവരുടെയൊക്കെ ശബ്ദരേഖകളൊക്കെ പുറത്തു വരുന്നു. ഇത് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നിജസ്ഥിതി പാർട്ടി കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് മാധ്യമങ്ങൾ, നേതാക്കൾ പറയുന്ന പോലെ ഈ വാർത്ത അടിസ്ഥാനരഹിതമായ വാർത്തയാണോ? അങ്ങനെയെങ്കിൽ അത് എന്തായിരുന്നു സംഭവിച്ചതെന്ന് വ്യക്തമാക്കണം. അതല്ല എങ്കിൽ ഇതിൽ സത്യമുണ്ട്, ഇതിൽ വാസ്തവമാണ്, പാർട്ടിയെ വലിയ രീതിയിൽ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എങ്കിൽ അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇതിൽ ആരോപണ വിധേയരായി നിൽക്കുന്നവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ അവർക്കെതിരെ നടപടിയെടുക്കുകയോ വേണം. അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു വിഭാഗം ശക്തമായി വാദിക്കുന്നത്. അപ്പോൾ ഇന്ന് ചേരുന്ന യോഗത്തിൽ, സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ വലിയ രീതിയിലൊരു ഈ വിഷയം ചർച്ചയാവുകയും ഇതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവർ ഒരു പക്ഷേ പാർട്ടിയുടെ ഈ സംഘടനാ തലത്തിൽ, അതായത് ഇവർക്ക് നൽകിയിരിക്കുന്ന ചുമതലകളിൽ നിന്നൊക്കെ ഇവർ മാറ്റുകയും ആ വലിയ രീതിയിൽ ഒരു അഴിച്ചുപണിക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാവുകയില്ല. അങ്ങനെ ചില റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരും. ഒരു പുനഃസംഘടന, അതായത് ഈ ഇതിലുമായി ബന്ധപ്പെട്ട് ഈ ക്രമക്കേടും അഴിമതി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടി നിൽക്കുന്നവർക്കെതിരെ വലിയ രീതിയിലൊരു അഴിച്ചുപണി ഉണ്ടാകും, വരെ പുറത്താക്കുന്ന അടക്കമുള്ള. പക്ഷേ അതിന് പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഈ മാധ്യമ വാർത്തകളുടെയോ അല്ലെങ്കിൽ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൻ്റെയോ മാത്രം അടിസ്ഥാനത്തിലായിരിക്കില്ല, അതിനൊരു അന്വേഷണം നടത്തേണ്ടി വരും. അപ്പോൾ ആദ്യ തലത്തിൽ, പാർട്ടി തലത്തിലൊരു അന്വേഷണം, ഒരു ആഭ്യന്തരമായ ഒരു കമ്മീഷനെ രൂപീകരിക്കുകയോ അല്ലെങ്കിൽ ആഭ്യന്തരമായ ഒരു അന്വേഷണം നടത്തുകയോ ചെയ്യും. ആഭ്യന്തരമായ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നതിനനുസരിച്ച് തൽക്കാലം ഒരു പാർട്ടി നടപടി ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് മറ്റു നടപടികളിലേക്ക് കടക്കുമോ? ഇതൊക്കെ തന്നെ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റിയിൽ നിന്നാകും വ്യക്തമാവുക. എന്തായാലും ഇന്ന് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗം ബി.ജെ.പി. സംബന്ധിച്ച് ഏറ്റവും അതിപ്രധാനം തന്നെയാണ്.